ഇന്ന് എൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പം എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കഴിഞ്ഞു. ഇത് മലയാളം ഡേറ്റ് ആണ് കേട്ടോ. ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ടാണ് ഞാൻ മലയാളം ഡേറ്റ് എടുത്തത്. സാധാരണ ഏത് ദിവസമാണോ മുടക്ക് കിട്ടണത് ആ ദിവസം ഞാൻ എടുക്കും, അല്ലെങ്കിൽ ആ ദിവസം സ്കൂളിൽ പോവും, അങ്ങനെയാണ്. അപ്പോൾ ചെറിയ വോയിസൊക്കെ കേൾക്കോട്ടെ, ഞാൻ പുറത്തുനിന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഭയങ്കര വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ചെറിയ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ 18th ബർത്ത്ഡേ ആണ് കേട്ടോ. 30 ഡേയ്സൊക്കെ ആയി. അപ്പോൾ ഞാൻ അതിൻ്റെ കുഞ്ഞ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ വിളിച്ചു കേട്ടോ. എൻ്റെ കിച്ചുവിനെയും നിതുവിനെയും അൻസ്രീനെയും ഹെലനൊക്കെ വിളിച്ചു. പക്ഷേ ആരും വന്നില്ല. വരാത്തെന്താ വെച്ചാൽ കിച്ചുവിന് എന്തൊക്കെ ടൂറ് പോയിക്കാണ്. അൻസ്രീ ഹെലനൊക്കെ എക്സാമാണ് കേട്ടോ ഓൾറെഡി ഞങ്ങൾക്ക്. അപ്പോൾ അവരുടെ വീടൊക്കെ നല്ല ദൂരെയാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ ഒരു ഫുൾ ഡേ അവിടെ പോയി കിട്ടി, അവർക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ എക്സാം ആയതുകൊണ്ട് ഞാൻ പിന്നെ അധികം നിർബന്ധിക്കാൻ നിന്നില്ല. ഓക്കെ, വേറെ ദിവസം വരാമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അവർ വരില്ല. ഞാൻ കൃഷ്ണപ്രിയ വരും കേട്ടോ. കൃഷ്ണപ്രിയയുടെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ പിന്നെ അവൾ വരാമെന്ന് പറഞ്ഞു. ഫുൾ ഡേ വരാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവൾ പ്രാക്ടീസൊക്കെ ഉള്ളതുകൊണ്ട് അവൾ വേഗം പോവും. അവൾ വരുമ്പോഴേക്കും റെഡി ആയിട്ടൊക്കെ നിൽക്കണം. ഞാൻ നേരത്തെ എണീക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തു. അല്ല, നേരം വൈകിയാണ് എണീറ്റത്. അല്ല, അത്ര നേരം വൈകിയിട്ടില്ല, എന്നിട്ട് നേരത്തെ എണീക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നല്ല കിളിയുടെ സൗണ്ട് ഉണ്ട്. ഞാൻ എൻ്റെ ഉള്ള വോയിസൊക്കെ എടുത്ത് സംസാരിക്കണം. ഓൾറെഡി സൗണ്ടൊക്കെ പോയി. മിനിറ്റ് ഭയങ്കര കുറേ വശത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ റെഡി ആയിട്ട് വരാം. വലിയ കാര്യമായ പരിപാടിയൊന്നുമില്ല. നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നു, നമ്മൾ കഴിക്കുന്നു, പിന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കുന്നു, ഫുഡ് കഴിക്കുന്നു. പിന്നെ എക്സാം ആയതുകൊണ്ട് പിന്നെ പോയി പഠിക്കണം. അങ്ങനെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ റെഡി ആയിട്ട് വരാം. Happy birthday to you, happy birthday to you, happy birthday dear Aishwarya, happy birthday to you. സർപ്രൈസ് വിളിക്കല്ലേ. ഏറ്റവും കൂടുതൽ ഇഷ്ടം തയ്യതാ ഭയങ്കര ഗിഫ്റ്റ് ആയാലും അപ്പൊ സസ്പെൻസ് ഒന്നുമില്ലേ. വാച്ചുണ്ട്, ആലുണ്ട്, ഉപകാരമുള്ള സാധനങ്ങളൊക്കെ പക്ഷേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. സൗണ്ട് ഉണ്ടാവും, ഞാൻ പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യണേ. കൃഷ്ണപ്രിയൊക്കെ പോയി. കൃഷ്ണപ്രിയ അച്ഛനും വന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ വരുന്നത് ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ പോയിട്ടോ.
പിന്നെ അവൾക്കും വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് അവൾ പോയി. അതുകൊണ്ട് ഞാൻ ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു കേട്ടോ, ഫുൾ ഡേ ഇരിക്കാം, പിന്നെ എക്സാമൊക്കെ അല്ലേ അപ്പം നമുക്ക് പഠിക്കാം, അങ്ങനെ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. പക്ഷേ അല്ല, അവൾ പിന്നെയും വരും, കാരണം ഞങ്ങളുടെ വീട് അടുത്താണ് കേട്ടോ, അതാണ് അവൾ വന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ അവളും വരില്ലായിരുന്നു. പിന്നെ എക്സാമൊക്കെ ആയതുകൊണ്ടാണ് മെയിനായിട്ട് എൻ്റെ ഫ്രണ്ട്സൊന്നും വരാഞ്ഞത്. ആദ്യം ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു വരാൻ, ഇടയ്ക്കാണ് എക്സാം കൊണ്ടുവച്ചത്. പിന്നെ അവരുടെ വീടൊക്കെ ഭയങ്കര ദൂരമാണ്, അപ്പോൾ പിന്നെ വന്നു കഴിഞ്ഞാൽ അവിടെ ഫുൾ ഡേ പോവും, ഞാനായിട്ട് അവരുടെ ടൈം കളയരുതല്ലോ. അപ്പോൾ അവർ വന്നില്ല, അവർ വന്നിരുന്നെങ്കിൽ നല്ല സന്തോഷമായേനെ. സാരമില്ല, ഇനി പിന്നെ വിളിക്കാം. അങ്ങനെ അപ്പോൾ ഞാൻ എനിക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. സാധാരണ ബർത്ത്ഡേ ഭയങ്കര വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല, ഞാനും അച്ഛനും അമ്മയും കേക്ക് കട്ട് ചെയ്യും. ആദ്യം ഞാനും അമ്മയും മാത്രം ഇരുന്ന് കേക്ക് കട്ട് ചെയ്യുമായിരുന്നു അച്ഛനില്ലാത്ത സമയത്ത്. എന്നിട്ട് ഞാനും അച്ഛനും അമ്മയും കൂടി കേക്ക് കട്ട് ചെയ്യും, കഴിക്കും, എല്ലാവർക്കും കൊടുക്കും, ഇതന്നെയായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നല്ല ബർത്ത്ഡേ ആയിരുന്നു, കുറേ ഗിഫ്റ്റൊക്കെ കിട്ടി, അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്ടോബർ 23 ആണ് കേട്ടോ. ഇതെൻ്റെ മലയാളം ഡേറ്റാണ്. അപ്പോൾ അന്ന് കുറേ പേര് സ്റ്റോറി ഇട്ടു, വിഷ് ചെയ്തു. എനിക്ക് അന്നും കുറേ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. കുറേ നല്ല ഗിഫ്റ്റ് കിട്ടിയില്ലെങ്കിലും എന്നെ വിഷ് ചെയ്യണം, ഓർത്ത് വിഷ് ചെയ്യുക, വരിക, അതൊക്കെയാണ് ഭയങ്കര സന്തോഷമുള്ള കാര്യം. ഗിഫ്റ്റ് തന്നില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ലായിരുന്നു. കൃഷ്ണപ്രിയ കുറേ സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മയും അച്ഛനൊക്കെ എനിക്ക് കുറേ സാധനം തന്നു. അതൊക്കെ ഭയങ്കര ഉപകാരമുള്ള സാധനങ്ങളാണ് കേട്ടോ. അതാണ് കുറച്ചും കൂടിയും. ഇപ്പോൾ ജസ്റ്റ് ഒരു ചോക്ലേറ്റ് തരിക അല്ലെങ്കിൽ ജസ്റ്റ് വിഷ് ചെയ്താൽ തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എനിക്ക് അതൊക്കെ ഭയങ്കര വലിയ കാര്യമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. ഈ ഫോൺ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ പുതിയ ഫോണിലാണ് ഞാൻ വ്ളോഗ് എടുക്കണേ. നല്ല ഫോണാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ക്യാമറ ഒക്കെ പക്കയാണ്. താങ്ക് യു മാമനാണ് എനിക്ക് ഈ ഫോൺ മേടിച്ചു തന്നത്, അതുകൊണ്ട് തന്നെ താങ്ക് യു. നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു, നല്ല ക്ലാരിറ്റി ഉണ്ട്. പക്ഷേ ഈ ബഡ്ജറ്റിൽ നല്ല അടിപൊളി ക്യാമറ ആണ് കേട്ടോ. മാമൻ സജസ്റ്റ് ചെയ്തതാണ് ഈ ഫോൺ എടുത്തോ, നല്ല ഫോണാണെന്ന്. അപ്പം ഞാൻ വേണോ ഓക്കെ മാമൻ പറഞ്ഞില്ലെന്ന് വെച്ചാൽ മേടിച്ചതാണ്. പക്ഷേ മാമൻ്റെ റെക്കമെൻഡേഷൻ തെറ്റായില്ല, അടിപൊളിയാണ്. താങ്ക് യു മാമ. ഓക്കെ, നിനക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം കേട്ടോ, എൻ്റെ ക്ലാരിറ്റി, വീഡിയോൻ്റെ ഓരോ സംഭവങ്ങളൊക്കെ. അതാണ് കുറേ സൗണ്ടൊക്കെ കേൾക്കും. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്, ഞാൻ കാണിച്ചു തന്നില്ല. ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ നല്ല ഉട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കൂടി പോയി. ഇതാണ് എൻ്റെ ഉടുപ്പ്. അപ്പോൾ ഇതാണ് എൻ്റെ ഉടുപ്പ്, കണ്ടു. ഇങ്ങനെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. വലിയ റേറ്റ് ഒന്നുമില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത്ര നീളമൊന്നും പ്രതീക്ഷിച്ചില്ല, ഫോട്ടോയിൽ ഇത്ര നീളം ഉണ്ടായിരുന്നില്ല, വന്നപ്പോൾ നല്ല നീളമുണ്ട്. കുഴപ്പമില്ല, നമുക്ക് വേണമെങ്കിൽ നമുക്കത് വെട്ടി ചെറുതാക്കാം. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല സുഖമുണ്ട് കേട്ടോ ഇടാൻ വേണ്ടിയിട്ട്. ബ്ലാക്കിലൊരു വൈറ്റ് ഫ്ലവേഴ്സൊക്കെ വന്നിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാൻ കുറച്ച് റീലും ഫോട്ടോ ഒക്കെ എടുത്തു, കൃഷ്ണപ്രിയായിട്ടും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ അമ്മ അവിടെ സദ്യ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, അമ്മ അവിടെ സദ്യ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സദ്യ എന്നൊന്നും പറയാൻ പറ്റില്ല, എനിക്കിഷ്ടമുള്ള 2-3 സാധനങ്ങൾ ഞാൻ പറഞ്ഞു സദ്യ ഉണ്ടാക്കി ഞാൻ പൈസ കഴിക്കില്ല, അതുകൊണ്ട് അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഗൈസ്. ഇതൊക്കെ എന്തിനാണ് വെട്ടി വെച്ചിരിക്കുന്നത്, ഇതൊന്നും പൈസ ഞാൻ കഴിക്കില്ല, എന്നാലും വെറുതെ ഉണ്ടാക്കുന്നുണ്ട് സമാധാനത്തിന് വേണ്ടി. ഗൈസ്, ഞാൻ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. സദ്യ എന്നൊക്കെ പറഞ്ഞാലും സദ്യത്തെ സാധനങ്ങളൊന്നും ഞാൻ കഴിക്കില്ല, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ചല്ലേ ഉള്ളൂ കേട്ടോ. മെയിൻ സാധനം ഉരുളൻകിഴങ്ങാണ്, ഇത് ഞാൻ ഭയങ്കര ഫാനാണ് കേട്ടോ. പിന്നെ വെണ്ടയ്ക്ക പച്ചടി, ക്യാബേജ്, സാമ്പാർ എനിക്ക് ഇഷ്ടമല്ല, എന്നാലും കഴിക്കാം. പിന്നെ പരിപ്പ്, അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സദ്യ എന്ന് പറയുമ്പോൾ എനിക്ക് പകുതി സാധനം ഞാൻ കഴിക്കില്ല, ഞാൻ എടുത്ത്. പിന്നെ പായസമൊക്കെ ഉണ്ട്. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വീട്ടിലുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടു, ഞാൻ ഫുഡ് കഴിച്ചു, ഇനി പായസം കുടിക്കണം. അത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് അവസാനിപ്പിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, കാരണം പ്രത്യേകിച്ച് ഇനി കാണിക്കാനൊന്നും ഇല്ല, അതാണ്. പിന്നെ ഇനി പോയിട്ട് പഠിക്കണം, എക്സാമൊക്കെയാണ്, മിഡ് ടേം എക്സാമാണ് കേട്ടോ, എന്നാലും പഠിക്കണ്ടേ. കുറച്ച് നേരം പഠിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വരയ്ക്കണം, കാരണം കലോത്സവമൊക്കെ വരികയാണ്. അപ്പോൾ എന്തായാലും നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്യണം. ഫാബ്രിക് പെയിൻറ്റിങ് ഒന്നും കിട്ടിയില്ല, ഫസ്റ്റ് കിട്ടിയില്ല. ഇനിയിപ്പോൾ ആ ഒരു വിഷമം കലോത്സവത്തിന് തീർക്കണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഇനി ഉള്ളൂ. ഞാനിനി വൈകുന്നേരം അമ്പലത്തിൽ പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ അമ്പലത്തിൽ പോകണം. രാവിലെ പോകാൻ പറ്റിയില്ല, അപ്പോൾ അമ്പലത്തിൽ പോവുക. ഞാൻ പ്രത്യേകിച്ചൊന്നും ഒന്നുമില്ല കേട്ടോ. പ്രത്യേകിച്ച് സാധാരണ എൻ്റെ ബർത്ത്ഡേ ഇത്രയൊക്കെ തന്നെ ഉണ്ടാവാറുള്ളൂ, ഭയങ്കര വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവാറില്ല. സാധാരണ ഞാനും അച്ഛനമ്മയും മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്രാവശ്യം 1-2 ആൾക്കാർ എക്സ്ട്രാ വന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബർത്ത്ഡേ വ്ളോഗ് എന്ന് പറയുന്നത്. തന്നെ അത്യാവശ്യമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ
പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് വേണ്ടെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓൾറെഡി കമൻസിലൊക്കെ ഒരുപാട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്, പിന്നെ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ചെയ്യാം കേട്ടോ, നേരം കിട്ടുന്നതനുസരിച്ച് എല്ലാം ചെയ്യാം. ചെയ്യണമെന്നൊന്നും ഒരു ബുദ്ധിമുട്ടും വേറൊരു പ്രശ്നം, എനിക്ക് ചെയ്യണമെങ്കിൽ യാതൊരു പ്രശ്നമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കാനും ഇതൊക്കെ, പക്ഷെ നേരമില്ല, എന്താ ചെയ്യുക. അപ്പോൾ എക്സാമും ഇടയിൽ കൂടെ കയറി വരും, അതാണ് പ്രശ്നം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക കേട്ടോ. എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്, അതൊക്കെ എന്തായാലും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക കേട്ടോ. ദെൻ എന്താ ഒന്നുമില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.